മോളെ. എന്നാ ശരി. ഈസേ, ദേവി ഇവിടെ വന്ന കാര്യം ഞാൻ ഇവളുടെ തള്ളിയോട് പറയും കേട്ടാ. പാവം മിനിഞ്ഞാന്ന് ഇവളുടെ കാര്യം പറഞ്ഞ് അവര് ഒരുപാട് കരഞ്ഞു. പറ്റുമെങ്കിൽ നീ ഈ പെണ്ണിനെ കൊണ്ട് ഒന്ന് കാണിക്കീസേ, പുണ്യം കിട്ടും. അതിപ്പം ദേവി ആ വീട്ടിൽ കെട്ടാൻ സമ്മതിക്കുന്ന ശാന്തടത്തേക്ക് തോന്നണ്ടാ? അതെ, ഇവൻ ഇവളെ വിളിച്ചോണ്ട് പോവാനും ആ രാഴം വെട്ടുകത്തി എടുക്കാനും എന്തിനാ വെറുതെ കരക്കാരെ കൊണ്ട് വീണ്ടും ഒരു തല്ല ഉണ്ടാക്കിക്കുന്നത്? അതും ശരിയാ. പാവം ആ തള്ളയ്ക്ക് ആഗ്രഹം വരാതെ ചാവാനായിരിക്കും തലയിലെടുത്ത്. ആ അപ്പൊ പിള്ളേ, ജോത്സ്യനെ കണ്ട് തീയതിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. നാളെ മാറ്റക്കരയിൽ നമുക്കൊരു സർക്കിട്ട് പോയാലോ? ഒരാളെ കാണാൻ. മാറ്റക്കരയിലോ? ആരെ കാണാൻ? നീ ഇപ്പൊ ഓർത്ത് വിഷമിക്കുന്നില്ലേ? കൊതിയുണ്ടെങ്കിലും എന്നോട് പറയാതെ അടക്കി വെക്കുന്നില്ലേ? അതേ ആളിനെ കാണാൻ, നിന്റെ അമ്മയെ. മാറ്റക്കര മാറ്റക്കര. ശാന്തിയെടുത്ത് പറഞ്ഞായിരുന്നു പുത്തൻകരയിൽ വെച്ച് നിന്നെ കണ്ടെന്ന്. സത്യത്തില് ഞാൻ വിശ്വസിച്ചില്ല കേട്ടാ. എന്നാ ഇപ്പൊ വിശ്വസിക്കാമല്ലോ. ഞാൻ തന്നെയാ ചേച്ചിയുടെ മുന്നിൽ പറ്റ ജീവനോടെ നിൽക്കുന്നത്. രാജനില്ലേ ഇവിടെ? ഇന്ന് പണിയില്ല, ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളിങ്ങോട്ട് വരുന്നത് കണ്ടായിരുന്നോ? പേടിക്കണ്ട, ഞാൻ വന്നത് അമ്മയെ കാണാനാ. കണ്ടിട്ട് ഇപ്പൊ തന്നെ പോയിക്കണം. വാ. നിക്കടി അവിടെ. ആരോട് ചോദിച്ചിട്ടാണ് വീട്ടിൽ കയറാൻ പോണേ? ഇതേ നിന്റെ തന്തയുടെ വീടൊന്നുമല്ല കേട്ടാ, തോന്നും പോലെ കയറി ഇറങ്ങാൻ. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കും. സ്വന്തം ചേട്ടന്റെ ചോരയ്ക്ക് കണക്ക് പറഞ്ഞവളാവള്. അങ്ങേര് ഉറങ്ങണ ഈ മണ്ണില് ഇവളുടെ കാല് പതിഞ്ഞ വെട്ടി എറിയാൻ തയ്യാറായി തന്നെയാ ഞാൻ അവിടെ നിൽക്കണം. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ചെയ്ത കുറ്റത്തിന് അവള് ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. നോക്ക്, പരോള് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഇനി 3-4 ദിവസമേ ഉള്ളൂ. അവളുടെ ഒരു ആഗ്രഹമാണ്. വയ്യാതെ കിടക്കുന്ന അമ്മയെ കണ്ടിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. നീ അതങ്ങ് പുത്തങ്കര പള്ളി പോയി പറഞ്ഞാ മതി കേട്ടാ. തകർത്ത് കളഞ്ഞ നായിന്റെ മോനെ, ഇവളുടെ തള്ളയെ കാണിച്ചു കൊടുക്കാൻ ഉറച്ചു തന്നെ വന്ന് തടുക്കാമെങ്കിൽ തടുക്കണം. നീ പോയി നിന്റെ തള്ളയെ കണ്ടിട്ട് പാടി ഓടി. അമ്മേ, ഞങ്ങൾക്ക് തിരിച്ചു പോവാൻ. അതിൻ്റെ ഇടയിൽ നിന്റെ ഭർത്താവ് ചത്തൊന്നും പോവില്ല. അതെ, നീ ഈ കാണിക്കുന്ന അല്പം കടന്ന കൈയായി പോയി. ഇപ്പോ നാഗപ്പൻ ആൾക്കാരെയും കൂട്ടി ഇവിടെ എത്തും. നീ വേഗം ഇവിടെ നിന്ന് പോയേ. വെറുതെ നീ ആയിട്ട് എന്തിനാ ഉഷയ്ക്കും കൂടെ ഒരു ദോഷം ഉണ്ടാക്കുന്നേ?
തകർക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? അമ്മ വിഷമിക്കണ്ട, ഞാൻ വീണ്ടും വരും. അപ്പോ അമ്മയുടെ ഈ അസുഖം എല്ലാം മാറിയിട്ടുണ്ടാവും. അമ്മ സമയത്തിന് മരുന്നൊക്കെ കഴിക്കണം. സൂക്കേടൊക്കെ മാറിയിട്ട് പോയില്ല വാങ്ങിച്ച് തിന്നാനാ. പോവാം. എവിടെ അവര്? അവര് പോയി. എടി, കഴിവേറിയുടെ മോളെ, എന്നിട്ട് നീ നോക്കിയിരുന്നു അല്ലടി? എവിടാ അവൻ? പൊക്കളഞ്ഞു. നാണം കേട്ടവനെ, ഈ നടപടിയിൽ വന്ന് എന്നെ മാനം കെടുത്തു എന്നെ വെറുതെ വിട്ടടാ. ഇത് മാറ്റക്കരക്കാരുടെ മാനത്തിന്റെ പ്രശ്നമാണ്. വിടരുതവനെ. വരാ. വന്നടാ, വന്നു. ഫുട്ബോൾ കളിക്കേണ്ട മൈതാനത്തായാലും വേലി കിട്ടിയ മുറ്റത്തായാലും മാറ്റക്കരയിലുള്ളവരെ അവമാനിച്ചാൽ ചോദിക്കാൻ ഇനി ഇവനുണ്ട് മുന്നിൽ. എന്റെ ഇളയമോൻ പ്രതാപൻ. പിള്ളേ, ഇസഹാക്കിനെ കണ്ടായിരുന്നോ? അവൻ ഭാര്യയും കൊണ്ട് മാറ്റക്കരി പോയതാണല്ലേ, തിരിച്ചു വരാറാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോ ആരാ ഒരു സഹായത്തിനുള്ളത്? എന്താ പ്രശ്നം? സബാസ്റ്റ്യൻ സാറിന്റെ പെങ്ങളില്ലേ മേരി, അവര് മരിച്ചുപോയി. കഷ്ടമായല്ലോ. കഷ്ടം അതൊന്നുമല്ല, പെങ്ങളുടെ ബോഡി കാണിക്കാനെന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ സാർ ജസ്റ്റിനെ അന്വേഷിച്ച് കടലിൽ പോയിരിക്കുവാ. ജസ്റ്റിനെ അന്വേഷിച്ച? ആ, സംഗതി സാറിനെന്തോ മാനസിക പ്രശ്നമുണ്ട്. കടലിന്റെ നടുക്ക് കിടന്ന് ജസ്റ്റ് നിലവിളിക്കുന്നെന്നോ അവനെ ആരോ അപകടപ്പെടുത്താൻ നോക്കുന്നെന്നോ ഒക്കെയാ പുലമ്പുന്നത്. അന്വേഷിക്കാനെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് വഞ്ചി എടുത്താ കടലിൽ പോയത്. ചേടാ, ഇതൊരു മാരണമായല്ലേ. ഞാൻ പോയി ഇസ തിരിച്ചു വന്നു നോക്കാം. കപ്പേര് പള്ളി പോയി അച്ഛനോട് വിവരം. ശരി. മലയാറ്റൂര് പോയി മുത്തപ്പനെ കണ്ട് അവിടുന്ന് നമ്മൾ മലയാറ്റൂർ നമ്മൾ ആദ്യം പോയതാണല്ലേ, അത് ഞാൻ മറന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അവിടുന്ന് ജാമ്യാരെ. എന്താ ജാമ്യാരെ ഇപ്പൊ ഒരു വഴിമുടക്കം? വണ്ടി 40 മിനിറ്റ് ലേറ്റാ. സംഭവം ഇപ്പോഴെങ്ങാനും വരുവോ? വരാറായി. നമ്മുടെ വേളാങ്കണ്ണിയല്ലേ അത്? ശരിയാ, ആളീ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നു. ദൈവമേ, ഇയാളിത് എന്താ കാണിക്കുന്നത്? വണ്ടിയും വരുന്നല്ലോ. അയ്യോ പിള്ളച്ച വേണ്ട. വേളാങ്കണ്ണി മാറിക്കോ, വണ്ടി വരുന്നു. പിള്ളച്ച ഓടല്ലേ, താക്കീത് മാറ്. എന്തായി? ഡോക്ടർ എന്താ പറഞ്ഞു? പുറത്തു വന്നിട്ടില്ല, ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഡോക്ടർ, പിള്ളച്ചേട്ടന് തലയ്ക്കാണ് ക്ഷതമേറ്റിരിക്കുന്നത്. എത്രയും പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണ്ടിവരും. കഴിയുമെങ്കിൽ നാളെയോ മറ്റന്നാളോ വെല്ലൂരോ ബോംബെയിലോ കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മേജർ വൺ. ചിലപ്പോ 2-3 ലക്ഷം രൂപ ചിലവാക്കേണ്ടി വന്നേക്കാം. തലച്ചോറിലേക്ക് പോകുന്ന നെർവസ് സിസ്റ്റത്തിന്റെ തകരാറാണ്.
താമസിച്ചാൽ ചിലപ്പോ രോഗി എന്നേക്കുമായി തളർന്നിറക്കേണ്ടി വരും. തമ്പി, എന്റെ അച്ഛത്തെ തോന്നിയ അവസ്ഥ കാണിച്ചിട്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ കൊടുത്തല്ലേ? ആര് പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ? ആര് പറഞ്ഞു? എവിടാന്ന് വെച്ചാൽ പോയി തുളഞ്ഞോണം. കടയില്ല, റെയിൽവേ ട്രാക്കിലെ, ഭൂമിക്കടിയില്ല, എവിടെ വേണേലും. ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടാ. നിങ്ങളുടെ പ്രാന്തിന് മറ്റുള്ള ജീവന് ഉത്തരം പറയാൻ എനിക്ക് വയ്യ. എന്റെ ദൈവമേ. നിക്കവിടെ. ഈ സന്ധ്യയ്ക്ക് അയാളെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കടപ്പുറത്ത് കൊണ്ടുപോകും തള്ളാൻ നീ അയാളുടെ ആരാ? അപ്പനോ അതോ അമ്മാവനോ? അച്ഛൻ ഇതിൽ ഇടപെടണ്ട. ഇടപെടും. ഓത്തുപോലെ നീ ഒരു മകനൂടെ ഉള്ളപ്പോ ഈ സുഖമില്ലാത്ത മനുഷ്യനെ എങ്ങോട്ട് പോകണമെന്നും കൂടി നീ പറഞ്ഞിട്ട് പോയാൽ മതി. എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ടെന്ന് സ്വയം തീരുമാനിച്ച് നടപ്പാക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞിട്ട് വേണ്ട വേളാങ്കണ്ണിക്ക് സർക്കിട്ട് പുറപ്പെടാൻ. അച്ഛാ ആളെ ഇവിടെ. അപ്പനവിടെ പോയി അന്വേഷിക്കേ. വേളാങ്കണ്ണി ഇത് എവിടെ ഉണ്ട്? മോള് പോയി കൂട്ടിക്കൊണ്ടുവാ. അതെ, സംഭവിക്കേണ്ട സംഭവിച്ചു കഴിഞ്ഞു. ആരും മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ. ഇനി അതിനുള്ള പരിഹാരമാണ് നമ്മൾ കാണേണ്ടത്. എന്ത് പരിഹാരം? ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് അറിയാം അച്ഛന്? രൂപ 3 ലക്ഷം വേണം പിള്ളച്ചേനെ രക്ഷിക്കാൻ. അറിഞ്ഞു. ഞാനൊന്നിറങ്ങി കൈനീട്ടിയാൽ ഇടവകയെന്ന് 19,000 പിരിയും. ബാക്കി തരാൻ നമ്മുടെ മുമ്പിൽ മിസ്റ്റർ മേനോൻ ഒരാളേ ഉള്ളൂ. മേനോനോ? അതെ, വെസ്റ്റേൺ യൂണിയന്റെ പ്രൈസ് മണി. അവർ നടത്തുന്ന സൗഹൃദ മത്സരം മറ്റന്നാളാണ്. നമ്മളത് ജയിച്ചാൽ അന്ന് തന്നെ 5:30-ക്കുള്ള ട്രെയിനിന് ഉണ്ണിപ്പിള്ളയെ വെല്ലൂരേക്ക് അയക്കാം. നിന്റെ അപ്പൻ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും. എന്തു പറയുന്നു? അപ്പൻ അവിടെ നിന്ന് കാണുന്നില്ല. നിങ്ങൾ പോയി ഒന്ന് അന്വേഷിച്ചേ. എനിക്ക് വയ്യ, നീ തന്നെ പോയാൽ മതി. മനുഷ്യനെ തീ തീറ്റിക്കാനായിട്ടും. മോള് വിഷമിക്കണ്ട. വേളാങ്കണ്ണി ദൂരെയൊന്നും പോവുകയല്ല. പള്ളിക്കുരിശിന്റെ മുന്നിൽ ചെന്ന് 10 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി വൃദ്ധസ്ഥാനത്ത് കയറി കിടപ്പുണ്ടാവും. പഴയ ചങ്ങാതികളൊക്കെ ഉണ്ടല്ലോ അവിടെ. നാളെ രാവിലെ ഞാൻ എത്തിച്ചോളാം. മോള് പോയി കിടക്കാൻ നോക്ക്. ഓ, എന്താണെന്ന് രാവിലെ ഇവിടെ ഗ്രൗണ്ടിൽ പ്രാക്ടീസിന് പോയില്ലേ? അത് പിന്നെ അപ്പനെ വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകാന്ന് കരുതി. അതിന് നിന്റെ അപ്പനോട് ഇല്ലല്ലോ? ഇല്ലേ? ഇല്ല. ഞാൻ രാത്രി ഒന്ന് തിരക്കിയപ്പോൾ എൽദോ പറഞ്ഞു വേളാങ്കണ്ണി ഇവിടെ വന്നിട്ടില്ലെന്ന്. ഞാനൊരു അരമണിക്കൂർ കൂടി കാത്തതാ. പിന്നെ വിചാരിച്ചു അവിടെ ഇവിടെയും കറങ്ങി കിടന്ന് മനസ്സ് കിടത്തപ്പോ അയാൾ നിന്റെ വീട്ടിൽ തന്നെ തിരിച്ചു വന്നെന്ന്. ഇന്നലെ നിന്റെ പ്രകടനം അല്പ കടന്നു പോയോന്നൊരു സംശയം. കൊച്ചു കൊച്ചു തമാശകൾക്ക് നിന്റെ ദേഷ്യം അയാൾ രസിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ അത് അല്പ കൂടിപ്പോയി. സ്വന്തം മോൻ തന്നെ ഉള്ളു വല്ലാതെ പൊള്ളിച്ചപ്പോ മുന്നിലുള്ളത് ആഴക്കടല. ഇനി വാശി പിടിച്ച് വല്ല കടുങ്കൈ ചെയ്യോ? എന്റെ കർത്താവേ. ഞാൻ എത്ര നേരമായിട്ട് സൈക്കിളിങ്ങാത്തോടെ ഇരിപ്പാടെന്നറിയാമോ? എവിടെ പോയി കിടക്കുകയായിരുന്നു? എന്താ കാര്യം? നാഗപ്പനാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. വേളാങ്കണ്ണി രാജന്റെ വീട്ടിൽ തടവില. തടവില? അതെന്ന് നീ രാജനെ പൂട്ടിയ അതേ മുറിയില് പ്രതാപൻ വേളാങ്കണ്ണിയും പൂട്ടിയിട്ടിരിക്കുക. എടാ,
അരെ ബേവക്കൂഫ്, ഇസഹാക്കിനെ പോലുള്ള ഒരു ഫുട്ബോൾ കളിക്കാരന് നിന്റെയൊക്കെ ആയുധങ്ങൾ വെറും പുല്ല, മനസ്സിലായോ? സമ്മർ സാൾട്ട് അടിച്ച് നിന്റെ ആ കളി ഒന്ന് കാണിച്ചു കൊടുക്കടാ ഇസേ. 2 കിട്ടിയാലേ ഇവന്മാരൊക്കെ പഠിക്കും. മോനെ, എന്റെ അപ്പനെ നടുക്കെടുത്ത് വില പറഞ്ഞാൽ അബദ്ധം കാണിക്കരുത്. പ്രതാപന്റെ ദേഹത്ത് ചോര പൊടിഞ്ഞാലും നിന്റെ അപ്പന്റെ ശവശരീരമേ നിനക്ക് കിട്ടു കേട്ടാ. അതാലോചിച്ചിട്ട് മതി ആയുധം പ്രയോഗിക്കല്. അരെ വാ വാ, നീ ഇപ്പോഴും ഒരു കൊച്ചു തിമിംഗലമാണ് ദോസ്ത്. പക്ഷെ ആ തിമിംഗലത്തിനെ ചാട്ടുളി കയറ്റി തളയ്ക്കാനാ ഞങ്ങളുടെ തീരുമാനം. പണ്ട് ദേവിയെ തട്ടിക്കൊണ്ടുപോയി ചന്ദ്രേട്ടന്റെ കൊല നടത്തി. ഇപ്പൊ നിരന്തരമായി പന്ത് കളിച്ച് ഞങ്ങളെ തോൽപ്പിക്കുന്നു. ഇനിയെങ്കിലും ഞങ്ങൾക്ക് ആ നാണക്കേടൊന്ന് മാറ്റണം. അതിനാ വേളാങ്കണ്ണിയെ ഞങ്ങളിപ്പോ കാണാപ്പുറത്ത് ഒളിപ്പിച്ചിരിക്കുന്നതും. നാളെയാണ് വെസ്റ്റേൺ യൂണിയന്റെ സൗഹൃദ മത്സരം. അതിൽ ഞങ്ങൾക്ക് ജയിക്കണമെന്ന് ഈ നിൽക്കുന്ന പ്രതാപനാണ് എനിക്ക് പകരം കളിക്കാറിറങ്ങുന്നത്. പക്ഷേ ആ മത്സരത്തിൽ നീ കളിക്കാറിറങ്ങാൻ പാടില്ല. നടക്കില്ല രായപ്പ. നാളെ ഞങ്ങൾ ഇറങ്ങുന്നത് വെറും ഒരു വിജയത്തിന് വേണ്ടി മാത്രമല്ല കേട്ടാ, അതിനൊരു മനുഷ്യ ജീവന്റെ വിലയുണ്ട്. അറിയാം മോനെ ഇസഹാക്കെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കൊടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും. നോക്ക്, ഇത് ഞങ്ങളുടെ അഭിമാന പ്രശ്നമാ. 7 സ്റ്റാർ ജയിച്ചാൽ നിന്റെ വീട്ടിൽ വേളാങ്കണ്ണി ജീവനോടെ നടന്നു വരും. ജയിച്ചില്ലെങ്കിൽ കിട്ടുന്ന ശവമായിട്ടാ, കൊട്ടാലിൽ പൊങ്ങുന്ന ശവമായിട്ടാ. ഇനി നിനക്ക് തീരുമാനിക്കാം. എനിക്കൊഴിഞ്ഞു വെച്ച പെണ്ണിനെയാ നീ തട്ടിക്കൊണ്ടുപോയത്. കഴിഞ്ഞ 6 വർഷവും അതിന്റെ അപമാനവും നെഞ്ചിലേറ്റ് ഞാൻ നടന്നു. അവള് പരോളിന് പുറത്തിറങ്ങിയെന്നറിഞ്ഞപ്പോ ഇനി ആ ഭാരം ഒന്ന് ഇറക്കി വെക്കാനാ ഞാൻ വന്നതും. ജയിലിൽ അവള് മടങ്ങി പോകുമ്പോ നീ 2 കാലും ഇല്ലാതെ എഴയണം. അതിനു വേണ്ടിയിട്ടാ ഈ കടശിക്കളി. വേളാങ്കണ്ണിയുടെ ജാമ്യം ഉള്ളിടത്തോളം കാലം നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും. വേളാങ്കണ്ണി എവിടെ? അപ്പം നാളെ വൈകിട്ട് എത്തിക്കോളൂ. നിക്ക, നിന്റെ അപ്പം നാളെ വൈകിട്ട് വരും. പക്ഷെ അയാൾ കാരണം ജീവച്ഛവമായ തമ്പിയുടെ അച്ഛനെ നാളെ വെല്ലൂർക്ക് കൊണ്ടുപോകണം. അതിനെപ്പറ്റി നീ എന്താ ഒന്നും പറയാതെ പോകുന്നത്? ഞാൻ എന്ത് പറയണമെന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ഒന്നും പറയാനല്ല, പ്രവർത്തിച്ച് കാണിക്കാനാണ് അച്ഛൻ പറയണത്. നാളെ ഉച്ച കഴിഞ്ഞ് കളിയാ. അത് ജയിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് വേണം ഉണ്ണിപ്പിള്ള ചേട്ടനെ ചികിത്സയ്ക്ക് അയക്കാൻ. അത് നിങ്ങളെല്ലാരും കൂടെ തീരുമാനിച്ചതല്ലേ. നിങ്ങൾ തന്നെ കളിച്ച് ജയിച്ചാൽ മതി. ഇസഹാക്ക് നാളെ ബീച്ച് 11 വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. നാളത്തെ മാച്ചിൽ നിന്ന് എന്നെ അങ്ങ് ഒഴിവാക്കിയേക്ക്. എടാ മോനെ, നീ അങ്ങനെ പറഞ്ഞ എന്നാണ് കേട്ട ഭാഷ മനസ്സിലായില്ലെങ്കിൽ കൂടുതൽ വിശദീകരിക്കാൻ നല്ല കോരിത്തരിക്കുന്ന ഭാഷ പറയേണ്ടി വരും ഇസഹാക്കിന്. ലോഹയിട്ട് നിങ്ങളോട് തോളി കയറ്റാടുന്ന ഇവരോടും എന്നെ കൊണ്ടത് പറയിക്കല്ലേ. എന്റെ സ്വഭാവം മാറ്റാതെ ഇവിടുന്ന് പോകാൻ നോക്ക്. പോവാൻ. ശരി, എങ്കിൽ നിങ്ങളെല്ലാരും കൂടെ ഇവിടെ നിൽക്കേട്ടാ. ഞാൻ പൊയ്ക്കോളാം പുറത്തേക്ക്. എല്ലാത്തിനും കാരണം നീ ഒരുത്തിയാണ്. മാനം മര്യാദയ്ക്ക് വീട്ടിലിരിക്കാതെ തള്ളയെ കാണാൻ ഇറങ്ങി പോയിട്ട് നമ്മളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൻ ഇറങ്ങി പോയിരുന്നോ? ഉണ്ണിപ്പിള്ളയ്ക്ക് അപകടം വരുമായിരുന്ന? ഞാൻ എന്റെ അപ്പനെ കടലിൽ കൊണ്ട് കളഞ്ഞ് ഗതി കിട്ടാതെ അലഞ്ഞ്. എല്ലാത്തിനും കാരണം നീ ഒരുത്തിയാ. നീ ഒറ്റ ഒരുത്തി. 5-6 വർഷം വേർപെട്ടിരുന്ന നിന്നെ ഒന്ന് കാണാൻ ആത്മാവിൽ പാപ ഏറ്റുവാങ്ങിയാണ് ഞാൻ. അതിന് ദൈവം എനിക്ക് എന്ന ശിക്ഷ ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. തൃപ്തിയായി, എനിക്ക് തൃപ്തിയായി. എന്താ എന്തിനെങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നങ്ങൾ 100 എണ്ണം ഉണ്ട്. 100ന് നിനക്ക് പരിഹാരം കാണാൻ പറ്റുമോ? കടലലറും പോലെ
ഒരുപാട് നിലവിളികൾ ഉള്ളിൽ ചുമന്ന ഞാൻ നിൽക്കുന്നു. രാത്രി മഴയില് പ്രാണം പോകും മുമ്പ് ഒരു ചെറുപ്പക്കാരന്റെ ശാപം നിറഞ്ഞ തുറച്ചുനോട്ടം, കുറ്റബോധം താളം തെറ്റിച്ച ഒരു മനുഷ്യാത്മാവ് മുന്നിൽ അലഞ്ഞു നടക്കുന്നു. എന്തിനായിരുന്നു ഇതൊക്കെ? നിന്നെ കിട്ടാൻ 15 ദിവസങ്ങളെ 15 ജന്മങ്ങളായി കൊണ്ടാടാൻ. ഇന്ന് 14ാമത്തെ രാവ്. നഷ്ടങ്ങളുടെ പകലാ നാളെ. നീ തിരിച്ചു പോകും. അപ്പം മടങ്ങിയെത്തുമെന്നറിയില്ല. അതിനിടയിൽ ഞാൻ എങ്ങനെ കളിക്കും, എങ്ങനെ ജയിക്കും? കാലിലൂടെ ഫുട്ബോൾ തട്ടുകയും തിരിക്കുകയും ചെയ്യണത് ഒരു കളിക്കാരന്റെ മനസ്സാ. എനിക്കതില്ലിപ്പോ. എനിക്കതില്ല. നിങ്ങൾക്കത് ഉണ്ടാവും, എന്നെ വിശ്വസിക്കേ. നിങ്ങളെ ഉള്ളിലിപ്പോ തെങ്ങോളം വലുപ്പത്തില് തിരകളാ. നേരം വെളുക്കുമ്പോ അത് അടങ്ങിക്കോളും. നേരുള്ള മുക്കോന് 100 അല്ല 1000 പ്രശ്നങ്ങൾ വന്നാലും കടലുമ്പ തന്നെ പരിഹാരം കാണിച്ചു തരും. വാ, വീട്ടിൽ പോവാ. വേണ്ട, അപ്പൻ എവിടാണെന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്കുള്ളൂ. നീ വയ്ക്കോ. നിന്റെ മടിയിൽ താലി കെട്ടി ജീവിതം തുടങ്ങിയവരാ ഞങ്ങൾ രണ്ടാളും. എന്റെ അമൃതന്റെ പ്രശ്നങ്ങൾക്ക് നീ തന്നെ പരിഹാരം പറഞ്ഞു കൊടുക്കണം. എടാ ഇസാഹേ, ഞാൻ അവിടെ ഒക്കെ പോയി നോക്കി, പക്ഷെ ഒരു അപകടം തുടങ്ങിയ ലക്ഷണമൊന്നും കാണുന്നില്ല. രാത്രി മുഴുവൻ തുഴഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ലെന്നേ. ഇപ്പൊ ദേ ശരീരം മുഴുവൻ വല്ലാത്ത വേദന. നിനക്കെന്താ ഒരു വിശ്വാസം വരാത്ത പോലെ? ഞാൻ പറഞ്ഞത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നീ നിന്റെ അപ്പനോട് ചോദിച്ചാൽ മതി. ഞാൻ അവിടെ ഒക്കെ തരയുന്നത് നിന്റെ അപ്പൻ കണ്ടതാ. നിങ്ങൾ എന്റെ അപ്പനെ കണ്ട? നിന്റെ അപ്പനെ മാത്രമല്ല, 2 ബോട്ടുകളിൽ നിൽക്കുന്ന വേറെ ആൾക്കാരെയും കണ്ട്. വഞ്ചിയിൽ ഒറ്റയ്ക്ക് കിടന്ന് എന്നെ പിന്നെ അവർ ചീത്ത വിളിച്ചപ്പോഴേ ഞാൻ കരയിലേക്ക് പോന്നെ. എവിടാ നിങ്ങൾ അവരെ കണ്ട? അവിടെ കാശ് വാങ്ങിച്ച് നീ മൈതാനത്തേക്ക് വന്നാ നമ്മൾ കളി ജയിക്കുന്നത്. ഇന്നൊരു അടിച്ചു പൊളിക്കലുണ്ട്. ശരിയാ, എന്നാ ഞാനങ്ങോട്ട്. അടിച്ചുപൊളി നമുക്കങ്ങ് നേരത്തെ ആക്കിയാലോ? എൻ്റെ അപ്പനോടെ പറയാൻ. ആ ബോട്ട് എവിടെ ആയിട്ടിരിക്കുന്നത്? പറയാൻ. രാജനും പളുങ്കനുമില്ല. അപ്പൊ അവർക്കാണ് കാവൽ ജോലി. കളി മുടങ്ങിയാലോ നമ്മൾ ജയിച്ചാലോ അപ്പനാപത്താണ്. കളിക്കിടയിലേ അവിടെ എത്താൻ പാടുള്ളൂ. അതെങ്ങനെ? നീ പള്ളിയിൽ അച്ഛനെ കാണണം. മാച്ചിന് മുൻകരുതലായി കമ്പനിക്കാർ ആംബുലൻസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവരാവണം അതിനുള്ളിൽ. പിന്നെ നാഗപ്പൻ പറഞ്ഞെടുത്ത് അവരുണ്ടോ എന്നൂടെ അറിയണം. നീ തിരിച്ചു വന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാനാകും. ഇച്ചായ എങ്ങോട്ട് പോകുന്നു? വീട്ടിലേക്ക്. ഇന്നാ പരോള് കഴിഞ്ഞ് ദേവി തിരിച്ചു പോണ ദിവസം. ചങ്ക് കുത്തി വേദനിപ്പിച്ചിട്ടാ ഞാൻ ഇറങ്ങിയത്. ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടാവില്ല അവള്.
ഞാൻ തരുന്ന ചായ പോലും കുടിക്കണ്ടെന്ന് തീരുമാനിച്ച അല്ല, കുറ്റം ചെയ്തത് മുഴുവൻ ഞാനൊരുത്തിയാണല്ലോ. ശരി, സമ്മതിച്ചു. വീണ്ടും ഒരു കുറ്റം ചെയ്യാൻ ഞാനിവിടെ നിൽക്കുന്നില്ല. പരോള് തീരുന്ന ദിവസം ഇന്ന്. സെബാസ്റ്റ്യൻ സാറിന് വട്ട് പിടിച്ചതുകൊണ്ട് ഇനിയൊന്ന് കിട്ടുമോന്നും അറിയില്ല. അല്ലെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കുന്ന കുറ്റങ്ങൾ ചെയ്യാനാണെങ്കിൽ ഞാൻ എന്തിനാണ് വീണ്ടും ജയിലിൽ നിന്ന് വരണേ? നിങ്ങൾ സന്തോഷത്തോടെ കഴിയണം. അതിനുവേണ്ടി ഈ ജന്മം മുഴുവൻ ജയിലിൽ കഴിയാനും ഞാൻ തയ്യാറാ. എന്തെങ്കിലും ഒന്ന് പറയും മനുഷ്യ. മെഡിക്കൽ റിപ്പോർട്ടാ. ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ ഇവിടുത്തെ അറ്റൻഡർമാർ തന്നെ സ്റ്റേഷനിൽ കൊണ്ടാക്കും. കളി കഴിഞ്ഞാൽ തമ്പിയെ അപ്പോൾ തന്നെ DD-യുമായിട്ട് പറഞ്ഞയച്ചോളാം. ഇത്തവണ കളി ജയിക്കാൻ സാമർഥ്യം മാത്രം പോരാ, ദൈവകൃപ കൊണ്ടേ എല്ലാം മംഗളമാകും. പിള്ള മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. വരും. ചേട്ടാ, എന്താ ചേട്ടാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? മാറ്റക്കരയിലുള്ളവരോട് ജയിച്ചിട്ടുള്ളതല്ലേ നിങ്ങള്? ഇത്തവണ സാധാരണ പോലെയല്ല. ഇച്ചാന് ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോ തോക്കും. തോക്കേ? അപ്പൊ നമ്മുടെ അച്ഛന്റെ കാര്യം? 5:30 ട്രെയിൻ. 5 മണിക്ക് കളി തീരും. നമ്മൾ ജയിച്ചോ തോറ്റോ എന്നറിയാൻ നീ നാണയം ടോസ് ചെയ്താൽ മതി. ഹെഡ് വന്നാൽ ബീച്ചിലോൻ ജയിക്കും. മറിച്ചാണെങ്കിൽ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറില്ല. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. വാക്ക് തെറ്റിച്ച് നീ ഗ്രൗണ്ടിൽ ഇറങ്ങുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ ചില വമ്പൻ പ്ലേയേഴ്സിനെ ഞാൻ ഗസ്റ്റ് കളിക്കാൻ ഇറക്കിയിരിക്കുന്നതും. നന്നായിട്ടുണ്ട്. കടശി കളിയാകുമ്പോൾ ഒരു കൊഴുപ്പൊക്കെ നല്ലതാ. പക്ഷെ കടലിലിറങ്ങിയാലും കളിക്കാനിറങ്ങിയാലും കൈ നിറയെ വാരിക്കൊണ്ട് കയറുന്നതാ പുള്ള ഈശാര ശീലം. അത് തടയണമെങ്കിൽ നീ എന്നെ താഴെ വീഴ്ത്തി ആംബുലൻസിൽ കയറ്റി അയക്കണം. എന്താ പറ്റുമോ? നമുക്ക് കാണാം. കാണല് കഴിഞ്ഞു, ഇനി കാണിക്കല. അത് നിങ്ങൾ കോരിത്തരിച്ച് നിന്നാ മതി. കളി തുടങ്ങി. ഇവിടുത്തെ പ്രൈസ് മണി 2 ലക്ഷമേ ഉള്ളൂ. ബാക്കി ജോസഫ് അവിടെ നിന്ന് തന്നെ അയക്കണം. അതൊക്കെ കിട്ടും. വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫറില്ലേ? അവിടുന്ന് കാശ് അയച്ചാൽ 2 മിനിറ്റിനുള്ളിൽ ഇവിടെ കൈപ്പറ്റാം. പെട്ടെന്നാവട്ടെ.
എന്താ എന്തു പറ്റി? സൂക്ഷിച്ച് നോക്കുമോനെ, നീ ഇല്ലെങ്കിൽ അവന്മാർ എന്താ ചെയ്യാന്നറിയാലോ. ഒന്നും ചെയ്യില്ല. ബീച്ച് ലെവലിലെ ഓരോരുത്തരും ചോര എന്താ തയ്യാറായി ഇറങ്ങിയിരിക്കുന്നത്. അച്ഛനോട് ധൈര്യമായി. വേളാങ്കണ്ണിയുടെ ഉണ്ണിപ്പിള്ളയുടെ ജീവൻ എനിക്ക് ഒരുപോലെ. കളി തീരു മുമ്പ് ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചെത്തും. അതുവരെ അവന്മാരോടൊന്ന് കോരി ധരിച്ചിരിക്കാൻ പറ. ചെല്ലച്ചോ. ആ പറത്തി വിട്ടോടാ. അമ്മാവോ, അമ്മാവന് വേണമെങ്കിൽ ഇതിൽ തൊണ്ട നനയ്ക്കാം. മോന്റെ തോൽവി ആഘോഷിക്കാൻ പറ്റിയ സാധന. ആശാനെ, നമ്മുടെ ബോട്ട് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരാണ്? അതിന് കളി തീരാൻ സമയമായില്ലല്ലോ. നീയാ പ്രതാപം പറഞ്ഞിട്ട് വന്നാ കളിക്കാൻ ഒരാൾ കുറവുണ്ടെന്ന്. അപ്പനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നിന്നെ കൊണ്ട് ചെല്ലാന്ന് ഞാനും അപ്പ മൂപ്പിന്നിങ്ങനെ സ്റ്റണ്ടൊക്കെ കണ്ട് രസ്റ്റ് ഇരിക്കുകയാണല്ലേ? മതി എണീക്ക്. അപ്പാ അപ്പാ അപ്പാ, ആള് ബോധം കേട്ടതാ. തിന്നാതെയും കുടിക്കാതെയും 2 ദിവസം ഇരിപ്പല്ലേ. അപ്പാ നമുക്കിവിടെ ഇരിക്കാം.
മുപ്പിന്നെ എണീക്ക്, മുപ്പിന്നെ എണീക്ക്. നിന്നോട് പറഞ്ഞതല്ലടാ വീണ്ടും ഇങ്ങോട്ട് വരരുതെന്ന്. മുറിഞ്ഞ കാലും 1.5 മിനിറ്റേ ഉള്ളൂ നിന്റെ മുന്നിൽ. ഇനിയിപ്പോ പെനാൽറ്റി വന്നാലും നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലടാ, ഒന്നിനും. നമ്മൾ ജയിച്ചു, നമ്മൾ കളിയിൽ ജയിച്ചു. കടലിൽ ഇറങ്ങിയാലും കളിക്കാൻ ഇറങ്ങിയാലും കൈ നിറയെ വാരിക്കൊണ്ട് വരുന്നവനാടാ ഇസ്ഹാഖ്, മനസ്സിലായോ? എന്തായി കാണിക്കുന്നു? ഒന്ന് അടങ്ങ്. പോലീസ് വന്നു, ദേവിയെ കൊണ്ടുപോവാ. 2-3 വർഷം കഴിയുമ്പോൾ അവള് തിരിച്ചു വരും. ആ സമയത്ത് ഇവരെ കൊന്നിട്ട് നിനക്ക് ജയിലിൽ പോയി കിടക്കണോ? എടാ കിടക്കണോന്ന്.